ഹലോ, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോണത്. ക്രിസ്മസിന് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരു അക്രിലിക് പെയിൻറ്റിംഗ് ആണ് കേട്ടോ. ഗിഫ്റ്റ് കൊടുക്കണമെന്നില്ലേ, നമ്മളുടെ വീട്ടിൽ ചുവരിൽ വെക്കാനും അടിപൊളിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ക്യാൻവാസ് ബോർഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള പടം നമ്മളിതിൽ വരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. നിങ്ങളിത് സ്ക്രീൻഷോട്ട് എടുത്ത് ഒന്നുകിൽ നോക്കി വരയ്ക്കാം, അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്തിട്ട് കാർബൺ പേപ്പർ യൂസ് ചെയ്ത് ക്യാൻവാസ് ബോർഡിലേക്ക് പകർത്താവുന്നതാണ്. ഇനി നമുക്കിതിൽ പെയിൻറ്റ് ചെയ്തെടുക്കണം. ആദ്യം തന്നെ ഞാനിതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് പെയിൻറ്റ് ചെയ്തെടുക്കാനായിട്ട് പോണത്. അക്രിലിക് പെയിൻ്റാണ് ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്യണത്. ഗ്രീൻ കളർ പെയിൻറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. നല്ല നീറ്റായിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ജോസഫിനും മേരിക്കും നമ്മുടെ ജീസസിനും പെയിൻറ്റ് ചെയ്തെടുക്കാം. ആദ്യം ഞാൻ പെയിൻറ്റ് ചെയ്യാൻ പോണത് ഇവരുടെ എല്ലാവരുടെയും തലയുടെ മേലെയുള്ള ആ ഒരു പ്രകാശ വലയുണ്ടല്ലോ, അത് നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഓറഞ്ച് കളറാണ് ആദ്യം യൂസ് ചെയ്യണത്. ഓറഞ്ച് കളർ യൂസ് ചെയ്ത് ഇതേപോലെ പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ തൊട്ട് മേലെയായിട്ട് നമ്മൾ യെല്ലോ കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് യെല്ലോയും ഓറഞ്ചും കൂടി ചേർന്ന് വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അവിടെ നന്നായിട്ട് ബ്രഷ് യൂസ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം. അതിൻ്റെ മേലെയായിട്ട് ഞാൻ വൈറ്റ് കളർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വൈറ്റും യെല്ലോയും കൂടി ചേർന്ന് വരുന്ന ഭാഗത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതായത് ഓറഞ്ച് കളറിൽ നിന്ന് യെല്ലോ കളറിലേക്ക് പോവുക, അതിൽ നിന്ന് വൈറ്റ് കളറിലേക്ക് പോവുക. പക്ഷേ ഓരോ കളേഴ്സും തമ്മിലുള്ള ആ വ്യത്യാസം ഇങ്ങനെ എടുത്ത് കാണിക്കാൻ പാടില്ല, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ മൂന്നാളുടെയും തലയുടെ മേലെയുള്ള ആ ഒരു പ്രകാശവലയം നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരുത്തരുടെ ഡ്രസ്സായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ജോസഫിൻ്റെ തലയുടെ മേലിട്ടിട്ടുള്ള ആ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ, അതിൽ നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. ബ്രൗൺ കളർ യൂസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇതേപോലെ പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. ഡാർക്ക് ബ്രൗൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് യെല്ലോ കളർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ യെല്ലോയും ബ്രൗണും കൂടി നന്നായിട്ട് ഈ നടുഭാഗത്തായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് എടുക്കണം. ഇതേപോലെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അതായത് യെല്ലോ കളറിൽ നിന്ന് പിന്നെ യെല്ലോയും ബ്രൗണും കൂടി മിക്സ് ആയിട്ടുള്ള ആ ഒരു കളറ്, പിന്നെ ബ്രൗൺ കളറ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുക്കുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി കേട്ടോ. ഇതിൽ നമുക്ക് എളുപ്പമാണ് ചെയ്തെടുക്കാൻ. കാരണം നമ്മൾ ഓരോരുത്തരുടെയും ഫേസിൽ ആ കണ്ണ്, മൂക്ക്, വായൊന്നും വരയ്ക്കണില്ല. പക്ഷേ ആ കളേഴ്സ് നമ്മൾ യൂസ് ചെയ്യണതും അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണതിലുള്ള ആ ഒരു ഭംഗിയാണ് ഈ ഒരു പെയിൻറ്റിങ്ങിനുള്ളത്. ഇതിൻ്റെ ഈ ഒരു സൈഡിലും ഞാൻ ബ്രൗണും യെല്ലോവും കൂടി പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നടുക്കിലായിട്ട് രണ്ട് കളേഴ്സും തമ്മിൽ നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കുന്നുണ്ട്. നമ്മളിത് പെട്ടെന്ന് ചെയ്തെടുക്കാണ്ട് സമയമെടുത്ത് ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഒരു രീതിയിൽ നമുക്ക് ഇവിടെ താഴ്ഭാഗത്തും കൂടി ബ്രൗണും യെല്ലോയും കൂടി പെയിൻറ്റ് ചെയ്തെടുക്കാനുണ്ട്. അത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ യെല്ലോ കളർ യൂസ് ചെയ്യണത് ഈ മേരിയുടെ ഡ്രസ്സിൻ്റെ ഈ ഭാഗത്താണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. യെല്ലോ കളർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് മേലെയായിട്ട് വൈറ്റ് കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ വൈറ്റ് കളറും യെല്ലോയും കൂടി നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് എടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തു കൂടി യെല്ലോവും വൈറ്റും പെയിൻറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അത് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോണത് ഇവിടെയാണ് കേട്ടോ. ഇവിടെ ഞാനൊരു പേർപ്പിൾ കളറാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പേർപ്പിൾ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് അതിൻ്റെ കൂടെ വൈറ്റ് കളറാണ് പിന്നെ മിക്സ് ചെയ്ത് എടുക്കണത്. ഈ താഴ്ഭാഗത്ത് പേർപ്പിൾ കളർ കൊടുക്കുക, മേലെയായിട്ട് വൈറ്റ് കളർ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യണത്. ഇനി ജോസഫിൻ്റെ ഡ്രസ്സിൽ നമുക്ക് റെഡ് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഡ്രസ്സിൻ്റെ കളർ നമുക്ക് റിയലായിട്ട് ഫോട്ടോയിലൊക്കെ കാണുന്ന പോലെയുള്ള സെയിം കളർ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആവാം. അതല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് ചെറുതായിട്ട് ചേഞ്ചൊക്കെ വരുത്തി ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതിൻ്റെ കഴുത്തിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ബ്രൗൺ കളർ പെയിൻറ്റ് യൂസ് ചെയ്ത് ഞാൻ ഒരു ലൈൻ പോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സൈഡിലുള്ള ആ റെഡ് കളറായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തും ബ്രൗൺ കളർ പെയിൻറ്റ് യൂസ് ചെയ്ത് ആ ഒരു ഔട്ട്ലൈൻ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് റെഡ് കളറുമായിട്ട് ഇങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കുകയാണ്. ഇനി നമുക്ക് റെഡ് കളർ കൊടുക്കാനുള്ളത് ഈ മേരിയുടെ ഡ്രസ്സിലാണ് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ റെഡ് കളർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലും നമ്മൾ ബ്രൗൺ കളർ യൂസ് ചെയ്ത് ഈ ഔട്ട്ലൈൻ പോലെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്ത് റെഡ് കളറായിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് നമ്മൾ എടുക്കുക. ഇനി ഞാൻ ഇവിടെയാണ് പെയിൻറ്റ് ചെയ്തെടുക്കാനായിട്ട് പോണത്. ബ്രൗൺ കളറാണ് യൂസ് ചെയ്യണത്. ബ്രൗൺ കളർ യൂസ് ചെയ്ത് ഇത് ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ താഴ്ഭാഗത്ത് ചെറുതായിട്ട് വൈറ്റ് കളർ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഈ ബ്രൗണും വൈറ്റും കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അതേപോലെ ഈ ഒരു ഭാഗത്തും ബ്രൗൺ കളറും വൈറ്റ് കളറും യൂസ് ചെയ്ത് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇവിടെയായിട്ട് ബ്ലാക്ക് കളർ യൂസ് ചെയ്തൊരു ഔട്ട്ലൈൻ പോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മേരിയുടെ തലയിലിട്ടിട്ടുള്ള ഈ ഒരു ക്ലോത്തില്ലേ അതിൽ പെയിൻറ്റ് ചെയ്തെടുക്കാം. ബ്ലൂ കളറാണ് ഞാൻ പെയിൻറ്റ് ചെയ്തെടുക്കണത്. അതേപോലെ ഈ ഒരു ഭാഗത്തായിട്ട് ഡാർക്ക് ബ്ലൂ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഡാർക്ക് ബ്ലൂ ഇല്ലെങ്കിൽ ബ്ലൂ കളറിൽ ചെറുതായിട്ട് ബ്ലാക്ക് ഒന്ന് മിക്സ് ആക്കിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇവിടെ ആയിട്ട് ബ്ലൂവും വൈറ്റും കൂടി മിക്സാക്കി ലൈറ്റ് ബ്ലൂ ഷെയ്ഡാക്കിയിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെയും അതേപോലെ തന്നെ ലൈറ്റ് ബ്ലൂ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതേപോലെ ഈ ഒരു ഭാഗത്തും ലൈറ്റ് ബ്ലൂ കളർ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എല്ലാവരുടെയും ഫേസിൽ പെയിൻറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ബ്രൗൺ കളർ പെയിൻറ്റ് ഒരല്പം എടുക്കുക. എന്നിട്ട് വൈറ്റ് കളറായിട്ട് മിക്സ് ചെയ്ത് സ്കിൻ കളർ പോലെ ആക്കിയിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഈ ഒരു ഭാഗത്ത് ഡാർക്ക് ബ്രൗൺ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിപ്പോൾ പെയിൻറ്റ് ചെയ്തതുമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് വൈറ്റ് കളർ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതും നന്നായിട്ട് ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുക. അതായത് ഡാർക്ക് ബ്രൗൺ പിന്നെ വൈറ്റും ബ്രൗണും മിക്സ് ആയിട്ടുള്ള ആ ഒരു കളറ്, ഏറ്റവും അറ്റത്ത് വൈറ്റ് കളറ്. ഈ ഒരു രീതിയിലാണ് നമുക്കിത് കിട്ടേണ്ടത്. അങ്ങനെ നമുക്ക് ഓരോരുത്തരുടെയും ഫേസ് അതേപോലെ തന്നെ സ്കിൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒന്ന് ഉരുണ്ടിരിക്കുന്ന പോലെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാർക്ക് ബ്രൗണും ലൈറ്റ് ബ്രൗണും അതേപോലെ വൈറ്റും എല്ലാം മിക്സാക്കിയിട്ട് ഇങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണത്. മേരിയുടെ ഹെയറിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ബ്രൗൺ കളറ് വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് എടുക്കേണ്ടതുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ജോസഫിന് താടി വരച്ച് കൊടുക്കലാണ്. അത് ഞാൻ ബ്ലാക്ക് കളർ പെയിൻറ്റ് യൂസ് ചെയ്ത് ഇതേപോലെ വരച്ചെടുക്കുകയാണ്. ഇനി ഇതും കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പിക്ചർ ചുവരിൽ വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മളുടെ പെയിൻറ്റിങ് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എളുപ്പമല്ലേ ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ട് അത് ഗിഫ്റ്റായിട്ട് കൊടുക്കുമ്പോൾ അതൊരു രസമല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഇങ്ങനെ ഒരു ചാനലുണ്ടെന്ന് പറയുക, വീഡിയോസ് കണ്ടുവെക്കാനായിട്ട് പറയുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലും മറക്കാണ്ട് ക്ലിക്ക് ചെയ്യുക. ഞാൻ ഒരുപാട് ക്രിസ്മസ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും കണ്ടു നോക്കുക. ക്രാഫ്റ്റും ആർട്ടൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിന്ന് പോവാണ്, വേറെ വീഡിയോ ആയിട്ട് വരാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.